ഞാൻ പോണു കേട്ടോ. വാ പിള്ളേരെ വേഗം. ആരാ? ശ്രീകുമാറില്ലേ? ഉവ്, ഞങ്ങള് വടക്കും ഭാഗത്തുനിന്നാ. കുട്ടികളെ ശ്രീകുമാറിന്റെ അടുത്ത് ട്യൂഷനാക്കാൻ വന്നതാ. ട്യൂഷനോ? അതെ, ട്യൂഷൻ. കുട്ടികൾ പാചകത്തിന് വളരെ മോശ. കെട്ടിച്ചുവിടാനുള്ളതല്ലേ, അതാ. അന്യ വീട്ടിൽ ചെന്നൊന്നും വെക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാ അത് മോശാവൂലേ? അതുകൊണ്ടാ. കുടുംബശ്രീയിൽ വന്നപ്പോ ശ്രീകുമാറാ പറഞ്ഞത് 3 മാസം കൊണ്ട് എല്ലാം പഠിപ്പിക്കാന്ന്. അല്ല, അത് പിന്നെ വേറൊന്നുമില്ല, അവർക്കൊരു ഉപകാരവും എനിക്കൊരു ചെറിയ വരുമാനമാവില്ലെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇപ്പൊ വരാട്ടോ. ഇവിടെ ചേച്ചിയുടെ ഭരണമെന്നാ തോന്നുന്നത്. എന്താ ഉദ്ദേശം? ഒന്നുമില്ല. വെറും 1 മാസം കൊണ്ട് എന്നെ പഠിപ്പിച്ചതാ ദാ ബാഗും തൂക്കി അവിടെ നിൽക്കുന്നത്. അയ്യേ, വെറുതെ മനുഷ്യരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. നീ എന്തൊക്കെയാ പറയും? ശ്രീയേട്ടൻ ട്യൂഷന് ഫീസൊന്നും വാങ്ങിക്കില്ല. പിന്നെ ഇവരുടെ കൂടെ ക്ലാസ്സില് നിങ്ങളും കൂടെ ഇരുന്നോളൂ. ആയിക്കോട്ടെ. നിങ്ങൾ കയറിയിരിക്കേ, ഞാൻ മോളെ വിട്ടിട്ട് വരാം. സുജയ, നിനക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ലല്ലോ അല്ലേ? അതിന് ഞാൻ ശ്രീകുമാർ അല്ലല്ലോ. പാചകകലയിലെ ആദ്യ അക്ഷരമാണ് ചായ. ചായ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിന് വേണ്ടുന്ന കൂട്ട്: വെള്ളം, തേയില, പഞ്ചസാര, പാല്. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കിയ ചായ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്യുന്നു. ഓരോന്നെടുത്തോളൂ. കുട്ടി ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തോളൂ. വേഗം 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 വേഗം. എപ്പോഴും നമ്മൾ അടുക്കള വൃത്തിയായി സൂക്ഷിക്കണം. അതിനെന്താണ് വേണ്ടത്? നോക്കി നിൽക്കാതെ തുടക്കി കുട്ടി. ഇതാ ഇവിടേക്ക്. എവിടെ തുടങ്ങിയോ? വേഗം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ നമ്മൾ പഠിക്കാൻ പോണത് ചമ്മന്തി എങ്ങനെ അരയ്ക്കാന്നുള്ളതിനെ കുറിച്ചാ. ആർക്കൊക്കെ നന്നായിട്ട് അരയ്ക്കാൻ അറിയാം? നല്ല ബെസ്റ്റ് അരയായിരിക്കണം. അരയോ? ആരുടെ അരയുടെ കാര്യം നിങ്ങൾ പറയണേ? അയ്യേ, നീ ഉദ്ദേശിച്ച അരയല്ല. അര ചമ്മന്തി അര. ട്യൂഷൻ ക്ലാസ് കിടന്നോണ്ടിരിക്കേ. എന്റെ ശ്രീയേട്ടാ, നിങ്ങൾ പത്രം ഒന്നും വായിക്കുന്നില്ലേ? നാട് മുഴുവനും സ്ത്രീപീഡന. ഈ അരയും തുടയും പഠിപ്പിക്കാൻ നിന്ന് അവസാനം പെട്ടുപോയേക്കരുത്. പിന്നെ ഞാൻ വിളിച്ചതേ, ഇന്ന് റോയിച്ചായന്റെ വീട്ടില് പാർട്ടിക്ക് പോണ്ടേ? ഓ, ഇന്നാണല്ലോ റോയിച്ചായന്റെ 25th വെഡിങ് ആനിവേഴ്സറി. ഞാനതങ്ങ് മറന്നുപോയി. നീ ബാങ്കിൽ നേരത്തെ വന്നാൽ മതി, നമുക്ക് ഒന്നിച്ചു പോവാം. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയത്? ചമ്മന്തിയര. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പോയിക്കോ. എല്ലാവർക്കും കൊടുക്കണം. റോയിച്ചായ, കൈകൊണ്ട് തന്നെ 25ാം വിവാഹ വാർഷികത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, റോയിച്ചനും റോസമ്മയ്ക്കും ഇതുപോലെയുള്ള ഒരുപാട് വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കാനുള്ള ആരോഗ്യവും ഐശ്വര്യവും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ അവിയല് പോലൊരു ജീവിതം എന്ന കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കാൻ പോവുകയാണ്. മോളെ, അച്ഛൻ നമ്മുടെ മാനം കളയും. എങ്ങനെങ്കിലും ഒന്ന് തട്ടിപ്പറിക്കടാ. ഞങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സിരുത്തി വിശദമായിട്ട് വായിച്ചോളാം. അല്ല, ഞാനാവുമ്പോ കുറച്ച് ഈണത്തില്. നീ പോയി 2 പിടിപ്പിക്കടാ. വായിച്ചിട്ട് പിടിപ്പിക്കാം. പിടിപ്പിച്ചിട്ട് വായിക്കാന്ന്. അല്ല, നിങ്ങളൊക്കെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഒരു സാലഡ്. ഞാനൊന്ന് അടുക്കളയിലേക്ക് കേട്ടെ. നിനക്കതാ നല്ലത്, അല്ലാതെ കവിത ചൊല്ലലല്ല. ലക്ഷ്മി എടുത്ത് ഇങ്ങോട്ട് വന്നേ. ഇന്ന് ലക്ഷ്മി എടുത്തേക്ക് ഞാൻ ചിലത് സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവൻ മനുഷ്യന്റെ മനസ്സമാനം കളയുമല്ലോ. അതെന്നെ കുറിപ്പിയട്ടെ. അതോ, ഇവൻ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന അടുക്കള ജോലിയൊക്കെ ചെയ്ത് വെറുതെ ആളാവുകയല്ലേ? 24 മണിക്കൂറും അവന്റെ കാര്യം പറയാനേ ലക്ഷ്മിക്ക് നേരമുള്ളൂ. അതൊക്കെ കളയന്റെ കുറിപ്പിയട്ടെ. നമുക്ക് പോയി 2 പിടിപ്പിക്കാം. വേഗം ഒഴിക്കുമോനെ. താങ്ക് യു കുറിപ്പിയട്ടെ. ഈ ശ്രീകുമാറിനോട് എനിക്കൊരല്പ അസൂയ തോന്നാറുണ്ട്. 4-5 വർഷമായുള്ളൂ അവൻ ഈ നാട്ടിൽ വന്നിട്ട്. പക്ഷേ അവനെ ഒരു വരുത്തനായിട്ട് കാണാൻ പറ്റുമോ? എല്ലാത്തിനും ഉണ്ടാവും അവൻ മുൻപന്തിയിൽ. വീട്ടുവേല മാത്രമേ ചെയ്യുന്നുള്ളെങ്കിലും
എത്ര സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത്. മനപ്പൊരുത്തമാണ് എല്ലാത്തിലും വലുത്. അവൻ വലിയവനാ. 2 എണ്ണം അടിച്ചിട്ടേ അവനെ 4 കുറ്റം പറയാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. അപ്പൊ താനും അവന്റെ സൈഡാ. അനുഭവിക്കോടോ, അനുഭവിക്കും. നിക്കടോ. പാഴായി പോകുന്നു ഈ ജീവിതം, പലകുറി അരിഞ്ഞരിഞ്ഞെന്നെ തള്ളുന്നു. പണത്തോളം കണ്ണിച്ചോരയില്ലാത്തവർ ഈ പാചകക്കാർ. എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? എന്റെ ഉള്ളിയുടെ ദുഃഖെന്നുള്ള കവിത കേട്ടിട്ടാ? ഓ, ഈ സവാള എരിയുമ്പോഴേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാ പിന്നെ കണ്ണിന് വെള്ളം വരില്ല. അതെയോ? ആ, എന്നാലും എന്റെ സുജെ, ഈ ശ്രീകുമാർ ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും പഠിച്ചു പോവില്ലേ? എന്നെയും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? ശാരദയെടുത്തിയേ, ആ ചന്ദ്രനോട് ദുബായിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ. എടാ ശ്രീകുമാറേ, ഏ? ആ കുറിപ്പേട്ടിന് അടിച്ചടിച്ച് ഓഫായടാ. അതെയാ ആ. ചേച്ചി, കുറുപ്പേട്ടന ഔട്ടായിന്ന്. ആ, അല്ലെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്നും ഇന്റർവെല്ല, ഒന്നും പറയണ്ട. ഡാ, ഏ? നീ ഒന്നിങ്ങി വന്ന ലക്ഷ്മി എടുത്തേ, ഇതൊക്കെ ഒന്ന് നോയിക്കൊള്ളേ. നല്ല ചൂടൊന്ന് വീശി. ഏറ്റു. ഒന്നും വേണ്ട. അതെ, ഏ? വീശണതൊക്കെ കൊള്ളാം. അവസാനം കുറുപ്പേട്ടനെ പോലെ ചീരവാടിയതുപോലെ ആവരുത്. തീയില് കുരുത്തത് ഒരു സ്മോളിലൊന്നും വാടില്ല മോളെ. എന്റെ കപ്പാസിറ്റി നിനക്ക് അറിഞ്ഞൂടാ. അയ്യോ, മഴ മഴ മഴ. നീയായിരുന്നു. നിനക്ക് പോറായോ? അയ്യോ, ഇന്നലെ ഞാൻ ആകെ ഔട്ടായി പോയടി. ഇന്നലെ രാത്രി എന്താ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് വല്ല ഓർമ്മയുണ്ടോ റോയിച്ചായന്റെ വീട്ടില്? ആ, അയാൾ വാള് വെക്കുന്നതിന് മുമ്പ് വീണത് നന്നായി. ശ്രീകുമാറെ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാനും എന്റെ റോസമ്മയും ഒരുമിച്ച്. നിനക്കറിയാവോ, ഞങ്ങള് തമ്മിൽ ഇന്ന് വരെ ഒരു സൗന്ദര്യ പിണക്കം പോലും ഉണ്ടായിട്ടില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആരുടെ ജീവിതത്തിലടാ ഉണ്ടാകത്തെ. അല്ല, പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അതുപോലും ഇല്ലടാ. റോയിച്ചായ, എന്താടാ? അഭിപ്രായ വ്യത്യാസം വേണം, ഏ? വഴക്കുണ്ടാവണം, അടി പിടി തമ്മി തല്ല്, എന്നാലല്ലേ ആ സ്നേഹത്തിന്റെ ഒരു വിലയേറിയൂ. അതെ, റോയിച്ചിനും റോസമ്മയും തമ്മിലെ ശരിക്കും സ്നേഹത്തെക്കാൾ ഉപരി ഒരു കോംപ്രമൈസ് അല്ലേ? എന്ത് കോംപ്രമൈസ്? അല്ല, റോയിച്ചിന് ഇന്നേ വരെ എന്തെങ്കിലും ഒരു രഹസ്യം റോസമ്മന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടാവും, ഓർത്തു നോക്കി. അത് പിന്നെ കല്യാണത്തിന് മുമ്പ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു കുട്ടിയായിട്ട് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നു. ഓ, അതിപ്പോ എത്ര കാലായി. എന്തായാലും ഈ വിവരം റോസമ്മയ്ക്ക് അറിയാമോ? അതെന്തിനാടാ? അറിയണം റോയിച്ചായ, അറിയണം. അയ്യോ, ഇപ്പൊ ഞാനും സുജയും തമ്മില് ഇന്നേ വരെ ഒരു രഹസ്യവും ഞങ്ങൾ പരസ്പരം പറയാതിരുന്നിട്ടില്ല. 3 പഠിക്കുമ്പോ മാലു എനിക്ക് മുത്തം തന്നത്, 10 പഠിക്കുമ്പോ പാർവതി എന്നെ പട്ടീന്ന് വിളിച്ചത്, അങ്ങനെ എന്തെല്ലാം. അതാണ് റോയിച്ചായ സത്യസന്ധത എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, അതൊരു പെണ്ണേരും പറഞ്ഞല്ലേ, അതിഞ്ഞു പോട്ടെ. ഒന്ന് പോടാ. പറയട്ടെ, ഒരു ചിഹ്നം പിന്നെ മഴയുള്ള ഒരു ദിവസം അവളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, ഞാൻ എന്റെ ബുള്ളറ്റില്. പക്ഷെ ഈ വിവരം റോസമ്മ അറിയണം, റോയിച്ചായ അറിയണം. വേണോ? ഈ 25ാം വാർഷികത്തില് അച്ചായനെ കെട്ടിപ്പിടിച്ച റോസമ്മ ഒരു ഉമ്മ തരും. റോസമ്മ, റോസമ്മ, റോസമ്മയുടെ പ്ലീസ് റോസമ്മ, നിങ്ങളുടെ 25ാം വിവാഹ വാർഷികത്തിൽ എന്റെ റോയിച്ചായന് വേണ്ടിയിട്ട് ഞാൻ റോസമ്മയോട് ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകും. ചുമ്മാ എവിടെ എവിടെ ചെന്നാലും ദേ ഭരിക്കാൻ വരരുതേ, ഭരിക്കണ്ട. ഓക്കെ, പറയടാ. പക്ഷെ ഒരു കാര്യം, ഇതെല്ലാരും രഹസ്യമായിട്ട് വെക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും രഹസ്യം പാടില്ല. അതുകൊണ്ടാണ് പ്ലീസ്. ഇതാണ് ശ്രീകുമാരെ രഹസ്യമാക്കി വെക്കേണ്ടത്. അതല്ല ലക്ഷ്മി എടുത്ത്, ഈ അച്ചായൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു പെൺകുട്ടിയുമായി ബാക്കി ഞാനെങ്ങനെ പറയും? ശ്രീകുമാരെ കേക്കട്ടെ, അച്ചായനെ തെറ്റിദ്ധരിക്കരുത്. ലോകത്തെ ഏത് പുരുഷനായാലും ആ സമയത്ത് നടന്നിരിക്കുന്നു. മഴയല്ലേ അവിടെ വില്ലനായിട്ട് നിന്നത്.
മഴ ചതിച്ചു റോസമ്മ, മഴ ചതിച്ചു. റോസമ്മ അയ്യോ, കുന്തം വിഴിഞ്ഞ പോലെ ഇരിക്കാതെ ശ്രീയേട്ടൻ അങ്ങോട്ടൊന്ന് ചെല്ല്. ആ കുടുംബം കുട്ടിച്ചോറാക്കി. റോസിയേച്ചി അവരുടെ വീട്ടിലേക്ക് പോണെന്നാ പറഞ്ഞ്. ഒന്ന് എണീക്ക്, ചെല്ല്.